ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സ് 2025 ആദ്യ ഹിറ്റായി മാറിയിരിക്കുകയാണ്. 11 കോടിയാണ് ഇതുവരെ ലോകമെമ്പാടും ഈ ചിത്രം നേടിയ കളക്ഷൻ. തമിഴ്നാട്ടിലും ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സ് വലിയ തരംഗം സൃഷ്ടിക്കുന്നു. പ്രശസ്ത തമിഴ് സംവിധായകൻ കാർത്തിക് സുബ്ബരായൻ ഈ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. തമിഴിലും ചിത്രം കത്തിക്കേറുകയാണ്. മമ്മൂട്ടി 2025 തൻ്റെ ആദ്യ ഹിറ്റ് ഒരുക്കിയിരിക്കുന്നു. അതേസമയം മോഹൻലാൽ ചിത്രം പ്രതിസന്ധിയിലാണ്. മോഹൻലാലിനെ നായകനാക്കി, മോഹൻലാലിനെയും ശോഭനയെയും നായകന്മാരാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രം തിയേറ്ററിലെത്തിക്കാൻ നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. തരുൺമൂർത്തിക്കെതിരെ മോഹൻലാൽ ഫാൻസ് ആക്ഷേപവും സൈബർ അറ്റാക്കും നടത്തുകയാണ്. തരുൺ തന്നെ അതിനെ വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. OTT പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത്. കോവിഡ് കാലത്ത് OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി മാത്രം നിർമ്മിച്ച ചിത്രങ്ങളുണ്ടായിരുന്നു. ദൃശ്യം 2 OTTയിൽ നിർമ്മിച്ച് അത്ഭുതമായ ചിത്രമാണ്. ബ്രോ ഡാഡിയും ജോജിയും ഒക്കെ OTTയിൽ വന്നു. കോവിഡ് കാലത്ത് OTT ഒരു പ്രധാന സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറി. തുടരും എന്ന ചിത്രം ഒരൊറ്റ OTT പ്ലാറ്റ്ഫോമും എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് കിട്ടുന്ന വിവരം. അതിന് കാരണം കഴിഞ്ഞ വർഷത്തെ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾക്കുണ്ടായ പരാജയമാണ്. മലൈക്കോട്ടെ ബാലുവനും ബറോസും OTT പ്ലാറ്റ്ഫോമുകൾ വൻതുകയ്ക്കാണ് എടുത്തത്. പക്ഷേ ആ 2 ചിത്രങ്ങളും OTTക്ക് നഷ്ടമായി മാറി. അതുകൊണ്ട് തന്നെ തുടരും എന്ന ചിത്രം വളരെ ആലോചിച്ചു മാത്രമേ OTT പ്ലാറ്റ്ഫോമുകൾ എടുക്കാൻ തയ്യാറാകൂ എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രമാണ് തുടരും. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സസിനെ വെല്ലുവിളിച്ചുകൊണ്ട് എത്താനിരുന്നതാണ്. സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള മത്സരം നടക്കാനിരുന്നതാണ്. പക്ഷേ തുടരും റിലീസ് മാറ്റിവെച്ചിരിക്കുന്നു. മറ്റൊരു വാർത്ത, മോഹൻലാലിൻ്റെ എമ്പുരാൻ റിലീസ് ചെയ്ത ശേഷമേ തുടരും റിലീസ് ചെയ്യൂ എന്നുള്ളതാണ്. അത് എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. എമ്പുരാനിലൂടെ മോഹൻലാലിൻ്റെ നഷ്ടപ്പെട്ട സ്റ്റാർ ഇമേജ്, നഷ്ടപ്പെട്ട താരമൂല്യം തിരിച്ചു പിടിച്ച ശേഷം തുടരും റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ തയ്യാറെടുക്കുന്നത് എന്നൊരു വാർത്തയും നിലനിൽക്കുന്നു. എന്തായാലും തുടരും എന്ന ചിത്രത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ്. സൂപ്പർ താര ചിത്രങ്ങൾ സാധാരണ OTT പ്ലാറ്റ്ഫോമുകൾ എടുക്കാറുണ്ട്. മറ്റ് ചിത്രങ്ങൾ വിജയം നേടിയാൽ മാത്രമേ എടുക്കാറുള്ളൂ. പ്രേമിലു പോലെയുള്ള ചിത്രങ്ങൾ തിയേറ്ററിൻ്റെ റെസ്പോൺസ് അറിഞ്ഞ് മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ മോഹൻലാലിൻ്റെ ഒരു ചിത്രം ആദ്യമായിട്ടാണ് OTT പ്ലാറ്റ്ഫോം മോഹവില നൽകി എടുക്കാതിരിക്കുന്നത്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയും ടൊവിനോയുടെയും ഒക്കെ ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമുകൾ സ്വാഭാവികമായി എടുക്കുന്നതാണ്. ആറാട്ടടക്കമുള്ള ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോം വൻ വിലയ്ക്കാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ അതൊന്നും തിയേറ്ററുകളിൽ പരാജയപ്പെട്ടെങ്കിലും നിർമ്മാതാക്കൾക്ക് നഷ്ടം വരുത്തിയില്ല. എന്തായാലും തുടരും എന്ന ചിത്രം പ്രതിസന്ധിയിൽ തന്നെയാണ്.